ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവധിക്കുട്ടിച്ചായനും അലീനയും കൂടി ഊണുമുറിയിലേക്ക് ചെല്ലുമ്പോഴേക്കും മറ്റുള്ളവരുടെ ഊണ് കഴിഞ്ഞു. റോബർട്ട് കൈ കഴുകുകയാണ്. ആൻസിയും അമ്മയും എഴുന്നേൽക്കുന്നതേ ഉള്ളൂ. ഇന്നെന്താ റോബിച്ച പതിവില്ലാതെ നേരത്തെ? അവധിക്കുട്ടിച്ചായൻ ചോദിച്ചു. ഇന്നെനിക്ക് അല്പം വിശപ്പ് കൂടുതലായിരുന്നു, റോബർട്ട് പറഞ്ഞു. നിങ്ങൾക്ക് 4 പേർക്കും ഒരേപോലെ ആയിരുന്നോ വിശപ്പ്? അവധിക്കുട്ടിച്ചായൻ ചോദിച്ചു. അതിനിപ്പോൾ ഇവിടെന്താ കുഴപ്പം? ഞങ്ങൾ കുറച്ചു നേരത്തെ ചോറുണ്ടു, അപ്പച്ചനുള്ളത് വെച്ചിട്ടുണ്ട്, ആൻസി പറഞ്ഞു. എന്നാലും അതാണോടി മര്യാദ? ഈ പെങ്കൊച്ച് ആദ്യമായിട്ട് വീട്ടിൽ വന്നതല്ലേ, അവളെയും കൂടി വിളിച്ചിരുത്തി ചോറ് കൊടുക്കണ്ടേ? ഊണ് കഴിക്കുന്നോന്ന് ചോദിക്കാൻ പോലും നിനക്ക് തോന്നിയില്ലല്ലോ. ഡി, ഇതാണോ നിന്റെ തള്ള നിന്നെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്? നിന്റെ വീട്ടിൽ ആരെങ്കിലും വന്നാൽ നീ ഇങ്ങനാണോ പെരുമാറുന്നത്? മറിയക്കുട്ടി അതിനെന്തോ മറുപടി പറയാൻ ഭാവിച്ചപ്പോൾ അവധിക്കുട്ടിച്ചായൻ തടഞ്ഞു. നിങ്ങൾ അവിടെ മിണ്ടാതിരുന്നാൽ മതി. ഞാൻ നിങ്ങളുടെ മകളോടാ ചോദിച്ചത്. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മറുപടി പറയാൻ ഒരവസരം തരാം. ഞങ്ങളുടെ വീട്ടിലെ ശീലം ചോദിച്ചതുകൊണ്ട് മാത്രം പറയുകയാ. ആൻസി നല്ല മൂർച്ചയോടെ തുടങ്ങി. അവിടെ വരുന്നവരൊക്കെ എല്ലാവരെയും ഞങ്ങൾ ഊണുമുറിയിലേക്ക് ക്ഷണിച്ചിരുത്തി വിരുന്നൂട്ടാറില്ല. പിച്ചക്കാർ വന്നാൽ മുറ്റത്ത് നിർത്തി എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞയക്കും. പണക്കാരെ പുറകിലെ വരാന്തയിലിരുത്തി തിന്നാൻ കൊടുക്കും. പട്ടിക്ക് അതിൻ്റെ പാത്രത്തിൽ വിളമ്പി വയ്ക്കും. കോഴിക്ക് മുറ്റത്തിട്ട് കൊടുക്കും. പന്നിക്ക് അതിൻ്റെ കൂട്ടിൽ കൊണ്ടുപോയി കൊടുക്കും. അവനവൻ്റെ സ്വന്തക്കാരെ നല്ല അന്തസ്സായിട്ട് സ്വീകരിച്ച് ഒന്നാന്തരമായിട്ട് സൽക്കരിക്കും. എൻ്റെ അമ്മ അതേ ശീലിച്ചിട്ടുള്ളൂ. ഞാനത് കണ്ടാ പഠിച്ചതും. ഇതുവരെ ആരെയും ഒരു കുറ്റവും പറഞ്ഞിട്ടുമില്ല. ഞങ്ങളെ 2 പേരെയും നീ ഏത് വകുപ്പിലാണ് കൊള്ളിച്ചിരിക്കുന്നേ? പട്ടിയോ പന്നിയോ കോഴിയോ അതോ പിച്ചക്കാരോ? അവധിക്കുട്ടിച്ചായൻ ചോദിച്ചു. അപ്പച്ചന് ചോറ് വേണമെങ്കിൽ വിളമ്പിത്തരാം. ബാക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തു കഴിക്കാം. എൻ്റെ അമ്മ കഷ്ടപ്പെട്ട് ചോറും കറിയും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിൻ്റെ അമ്മയുടെയും ഒരൗദാര്യവും വേണ്ട. ഞാനിവളെ ഹോട്ടലിൽ കൊണ്ടുപോയി ഊണ് വാങ്ങി കൊടുത്തോളാം. കൊണ്ടുപോയിക്കോ, ഇവിടെ ആർക്ക് ഛേദം? അപ്പച്ചൻ്റെ വിചാരം ഇങ്ങനെയൊരെണ്ണത്തിനെ പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കുന്നത് വലിയ കേമമാണെന്നാ. പുറത്തോട്ടിറങ്ങി 4 പേരെടുത്ത് പരിചയപ്പെടുത്തി കൊടുക്ക്. എൻ്റെ മൂത്ത മകന് കല്യാണത്തിന് മുൻപ് അവിഹിത ബന്ധത്തിൽ ജനിച്ച സന്തതിയാണെന്ന്. കേൾക്കുന്നവർ മുഖത്ത് വിരൽ വയ്ക്കുമ്പോൾ അറിയാം വിവരം. അല്ലെങ്കിൽ അപ്പച്ചൻ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആരോടെങ്കിലും പറയാൻ കൊള്ളാവുന്ന കാര്യമാണോ ഇത്? നിങ്ങൾ അപ്പച്ചനും മൂത്ത മകനും ആരെയും പേടിക്കാണ്ടാത്തത് കൊണ്ട് നെറ്റിപ്പട്ടം പോലെ കെട്ടിക്കൊണ്ട് നടക്കാം. പക്ഷെ ഞങ്ങൾക്കൊക്കെ കുറച്ച് അഭിമാനമുള്ളവരാ. ചേട്ടൻ ഹിംസിച്ചില്ലെങ്കിലോന്ന് പേടിച്ചിട്ടാ അനിയന്മാരെല്ലാം അമർഷം കടിച്ചു പിടിച്ച് നടക്കുന്നത്. അല്ലാതെ ആർക്കും ഇഷ്ടമുണ്ടായിട്ടല്ല. കുളത്തുപുഴയിലായതുകൊണ്ട് അധികം ആരും അറിഞ്ഞില്ലല്ലോ എന്ന് സമാധാനിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങോട്ട് ചേട്ടൻ്റെ കുട്ടി എഴുന്നള്ളിച്ചുകൊണ്ട് വന്നത്. ഇനി ഇവിടെയുള്ളവർക്ക് നാണം കെട്ടിട്ട് പുറത്തിറങ്ങണ്ടല്ലോ. ആൻസിയുടെ നാവിൻ്റെ മൂർച്ച അവധിക്കുട്ടിച്ചായന് അറിയാവുന്നതല്ല. എങ്കിലും ഇങ്ങനെ വെട്ടിത്തുറന്ന് സംസാരിക്കുമെന്ന് അയാൾ വിചാരിച്ചിരുന്നതേയില്ല. അവളുടെ വായിലിരുന്നത് കേട്ടപ്പം അപ്പച്ചന് തൃപ്തിയായല്ലോ. റോബർട്ട് കൈലിമുണ്ടിൻ്റെ തുമ്പ് ഉയർത്തി കൈ തുടച്ചുകൊണ്ട് പറഞ്ഞു. കടിക്കാത്ത പട്ടിയുടെ വായിൽ കോലിട്ട് കുത്തി കടിച്ചെന്ന് കേട്ടിട്ടേ ഉള്ളൂ. അപ്പച്ചൻ അതിൻ്റെ വല്ല കാര്യമുണ്ടോ? ഇവിടെ ചോറും കറിയും വെച്ചിട്ടുണ്ട്, എടുത്തങ്ങോട്ട് കഴിച്ചാൽ പോരെ. ആരാടാ റോബിച്ച കടിക്കാത്ത പട്ടി? നിന്റെ കെട്ടിയോളാണോ? അവളിവിടെ കെട്ടിക്കേറി വന്ന അന്നു മുതൽ ഓടി നടന്ന് കടിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇവിടെയുള്ളവരെയെല്ലാം. പേയില്ലെന്നൊരു മെച്ചം മാത്രം. ഇല്ലെങ്കിൽ പേപ്പട്ടി വിഷത്തിൻ്റെ കുത്തിപ്പൊഴിഞ്ഞ നേരം കാണത്തില്ലായിരുന്നു ഈ തറവാട്ടിൽ. നിന്റെ കൈക്ക് എല്ലില്ലാത്തത് അവളുടെ ഭാഗ്യം. എന്തായാലും ഇനി ഇവിടുത്തെ ചോറ് ലാലിച്ചൻ്റെ മോൾക്ക് വേണ്ട. അവധിക്കുട്ടിച്ചായൻ അലീനെ കൈക്ക് പിടിച്ചുകൊണ്ട് നടക്കാനൊരുങ്ങി. അലീന പക്ഷേ നിന്നിടത്ത് നിന്ന് അനങ്ങിയില്ല. വീണ്ടും എന്തോ പറയാൻ ഭാവിച്ച ആൻസിയെ റോബർട്ട് കൈ ചൂണ്ടി വിലക്കി. മതി. ആൻസി ദേഷ്യം കടിച്ചടക്കി പോയി. കൈ കഴുകി. മറിയക്കുട്ടി എച്ചിൽ പാത്രങ്ങൾ എടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. ആദ്യം റോബിച്ചൻ കളം വിട്ടു. പിന്നാലെ ആൻസി, ഒടുവിൽ അവളുടെ അമ്മയും. നീ വാ മോളെ, ഇനി എന്നാ കാണാനാ നിൽക്കുന്നേ? ലാലിച്ചൻ വരുമ്പം ഇത് വേണ്ട പോലെ കൈകാര്യം ചെയ്തോളും. ഞാൻ ഉടനെ തന്നെ അവനെ വിളിക്കുന്നുണ്ട്. വല്യപ്പച്ചൻ ഇങ്ങ് വന്നേ. അലീന അയാളുടെ കൈക്ക് പിടിച്ചുകൊണ്ടുപോയി ഊണുമേശയ്ക്കരികിലെ ഒരു കസേരയിലിരുത്തി. എന്നിട്ട് അടുക്കളയിലേക്ക് കയറി. ആധുനിക സൗകര്യങ്ങളെല്ലാമുള്ള അടുക്കളയാണ്. പക്ഷേ അതിൻ്റെ അവസ്ഥ കണ്ട് അലീന അമ്പരന്നു പോയി. സാധന സാമഗ്രികളെല്ലാം തോന്നിയെടുത്ത് വാരി വലിച്ചിട്ടിരിക്കുന്നു. സിങ്കിനുള്ളിൽ ഇന്നലെ മുതൽ ചോറും കറിയും വെച്ച പാത്രങ്ങളും എച്ചിൽ പാത്രങ്ങളും കൂമ്പാരം കൂട്ടിയിട്ടിരിക്കുന്നു. ആ ഭാഗത്തു നിന്ന് ഒരു വളിച്ച നാറ്റം വമിക്കുന്നുണ്ട്. ഗ്രാനൈറ്റ് സ്ലാബിൽ നെടുനീളം ഭക്ഷണത്തിൻ്റെയും എപ്പോഴൊക്കെയോ അരിഞ്ഞ പച്ചക്കറിയുടെയും മീനിൻ്റെയും അവശിഷ്ടങ്ങൾ. ടൈൽസ് ഇട്ട തറയാണെങ്കിലും വഴുവഴുക്കുന്നുണ്ട്. അലീനയ്ക്ക് തോന്നി എല്ലായിടത്തും ഈച്ചയർക്കുന്നുണ്ട്. അലീന വർക്കേരിയയിലേക്കും സ്റ്റോർ റൂമിലേക്കും കയറി. സ്റ്റോറിലെ കോൺക്രീറ്റ് സ്ലാബുകളിൽ
മീതെ അങ്ങിങ്ങ് ഉണങ്ങിയും ചീഞ്ഞും കിടക്കുന്ന പച്ചക്കറികൾ 6 മാസത്തെ പഴക്കമുണ്ടെന്ന് അലീനയ്ക്ക് തോന്നി. അഴുക്ക് പിടിച്ചിട്ട് ഫ്രിഡ്ജിൻ്റെയും വാഷിംഗ് മെഷീൻ്റെയും നിറം തിരിച്ചറിയാൻ വയ്യ. കിച്ചൺ ക്യാബിന് കഴുകാതെ ഉപേക്ഷിക്കപ്പെട്ട അച്ചാർ ജാറുകളുടെയും ജാം ജാറുകളുടെയും മറ്റ് അനേകായിരം ടിന്നുകളുടെയും കുപ്പികളുടെയും ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കൂടുകളുടെയും ചവറുകൂമ്പാരം കൊണ്ട് നിറച്ചിരിക്കുന്നു. ഗ്യാസ് സ്റ്റൗവിന് മീതെ തിളച്ചു മറിഞ്ഞ് തൂവിയ പാലിൻ്റെയും കറികളുടെയും മറ്റും പൂപ്പൽ നിറഞ്ഞ പാട പറ്റിപ്പിടിച്ചിട്ടുണ്ട്. മൈക്രോവേവ് ഓവൻ ശൂന്യമാണെന്ന് തോന്നി. ഇതിനിടയിൽ സ്ലാബിൻ്റെ ഒരു കുക്കറിനുള്ളിൽ കുറച്ച് ചോറിരിക്കുന്നത് കണ്ടു. ചെറിയ ഫ്രൈ പാനിൽ ഒടിഞ്ഞു തൂങ്ങിയ കുറേ വറുത്ത മീൻ കഷ്ണങ്ങൾ, പിന്നെ ഒരു തക്കാളിക്കറിയും ബീൻസ് മെഴുക്കുവരട്ടിയും. അലീന തിരികെ ഊണുമുറിയിലേക്ക് ചെന്നു. അറപ്പാകുമല്ലോ വലിയപ്പച്ച, ഈ അടുക്കളയൊന്ന് വല്ലതും എടുത്ത് കഴിക്കാൻ. അതാ പറഞ്ഞത് ഹോട്ടലിൽ പോകാമെന്ന്. എന്നും ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ പറ്റുമോ? അലീന ഊണുമേശയിലെ എച്ചിൽ തുടച്ചു മാറ്റി ചോറുകറികളും വിളമ്പിക്കൊണ്ടുവന്ന് വെച്ചു. ആരെന്തു ചീത്ത പറഞ്ഞാലും നിനക്കൊരു നാണമില്ലാത്തതെന്താ? അതിശയം. ഞാനാണെങ്കിൽ ഈ വീട്ടിൽ നിന്ന് പച്ചവെള്ളം പോലും കുടിക്കത്തില്ലായിരുന്നു, അവതക്കുട്ടിച്ചായൻ പറഞ്ഞു. അപ്പനും അമ്മയും ഇല്ലാത്തവൾ എന്ന നാണക്കേട് 23 വർഷം ഞാൻ സഹിച്ചില്ലേ? അത്രയും വലിയ നാണക്കേടൊന്നും ഈ ലോകത്തിലില്ല വല്യപ്പച്ച. അവതക്കുട്ടിച്ചായൻ്റെ നാവടഞ്ഞുപോയി. ഇതിന് മറുപടിയില്ല. റാണി ആൻറ്റി കൂടി വിളിക്കണ്ടേ വല്യപ്പച്ച? വേണ്ട, മരുന്ന് കഴിച്ച് ഉറങ്ങിയാൽ പിന്നെ തനിയെ എഴുന്നേൽക്കണം. ഇടയ്ക്ക് വിളിച്ചുണർത്തിയ പൈത്യമാ. ഉണർന്നൊന്ന് നോക്കട്ടെ? അലീന പോയി നോക്കി. ഷെറിൻ അപ്പോഴും ഉറക്കത്തിലായിരുന്നു. അലീന തിരിച്ചു പോന്നു. അവതക്കുട്ടിച്ചായനും അവളും കൂടി ഒന്നിച്ചിരുന്ന് ഊണ് കഴിച്ചു. ഇനി വേണമെങ്കിൽ ഒന്ന് മയങ്ങിക്കോ. കൈ കഴുകി തുടയ്ക്കുന്നതിനിടയിൽ അവതക്കുട്ടിച്ചായൻ അലീനയോട് പറഞ്ഞു. വല്യപ്പച്ചൻ പോയി കിടന്നു. എനിക്കിവിടെ ഇത്തിരി ജോലിയുണ്ട്. അവൾ ചുരിദാറിൻ്റെ ഷോൾ എടുത്ത് അരയിൽ കെട്ടിക്കൊണ്ട് അടുക്കളയിലേക്ക് കയറി. നീ എന്ത് ചെയ്യാൻ പോവുകയോ? ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ബ്രിജിത്തമ്മമ്മി പറയും മനസ്സിൽ മാലിന്യം നിറയുമ്പോഴാണ് അത് വീട്ടിലേക്കും കൂടി വ്യാപിക്കുന്നതെന്ന്. പക്ഷേ ക്ലീൻ ചെയ്യുമ്പോൾ ആദ്യം വീട്ടിൽ നിന്ന് വേണം തുടങ്ങാൻ. അവൾ പറഞ്ഞ ചീത്ത മുഴുവൻ കേട്ടിട്ടും നീ അവളുടെ അടുക്കള തുടയ്ക്കാൻ പോവാണോ? മറുപടി പറയാതെ അലീന സിങ്കിനുള്ളിലും വെളിയിലുമായി കൂമ്പാരം കൂട്ടിക്കിടക്കുന്ന എച്ചിൽ പാത്രങ്ങൾക്കിടയിലേക്ക് കൈയിട്ടു. ആൻസി ഊണ് കഴിച്ചതിൻ്റെ ക്ഷീണത്തിൽ വിശ്രമിക്കാൻ കിടക്കുകയായിരുന്നു. റോബർട്ട് തലയ്ക്കടിയിൽ കൈകൾ കോർത്തു വെച്ച് അരികെ കിടപ്പുണ്ട്. നീ അത്രയും കടത്തി പറയേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു, റോബോട്ട് ഭാര്യയെ കുറ്റപ്പെടുത്തി. ഞാൻ ഉള്ളത് തന്നെയാണ് പറഞ്ഞത്. ഞാനല്ലേ നല്ല ഒന്നാന്തരം തറവാട്ടിൽ ജനിച്ചു വളർന്നവളാ. റോബിച്ചായനും കിട്ടാവുന്നതിൽ കൂടുതൽ സ്ത്രീധനവുമായിട്ടാണ് ഞാൻ ഈ വീട്ടിലോട്ട് വലതുകാല് വെച്ച് കയറി വന്നത്. എനിക്ക് ആരുടെയും മുമ്പിൽ നടുവളയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. എടി, ഈ വീടും അരയേക്കറും അപ്പച്ചൻ്റെ പേരിലാണെന്ന് ഓർക്കണം. അപ്പച്ചനത് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. നമ്മളിവിടുന്ന് ഇറങ്ങിപ്പോകേണ്ടി വരും. പോകേണ്ടി വന്നാൽ പോകണം. എന്തിനാ ഡെമോക്ലസിൻ്റെ വാളുപോലെ ഇങ്ങനൊരു വീട്? നമ്മുടെ വീട്ടിലോട്ട് പുതിയൊരു വീട് വയ്ക്കണം. പിന്നീട് ഒരുത്തനും തറവാടാണെന്ന് തായ്പുരയാണ് എന്നൊന്നും പറഞ്ഞ് കയറി വരില്ലല്ലോ. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ വരുന്നത് കാണുമ്പോൾ കലി കയറും. എല്ലാവർക്കും വെളിച്ചു വിളമ്പി കൊടുക്കുകയും വേണം. കുറ്റം പറച്ചിലും കേൾക്കണം. തറവാട്ടിൽ നിൽക്കുന്ന മക്കളുടെ വിധിയായത്. എടി ആൻസി, നീ ചുമ്മാ മണ്ടത്തരം പറയാതെ. ഈ വീടിൻ്റെയും അരയേക്കറിൻ്റെയും വില എത്രയാണെന്ന് നിനക്കറിയാമോ? നീ അപ്പച്ചനെ ഇട്ട് കലിപ്പിച്ച അപ്പച്ചൻ ചിലപ്പം അത് ലാലിച്ചൻ്റെ പേരിലോട്ട് എഴുതി കൊടുത്താലോ? ഈയിടെയായിട്ട് അപ്പച്ചന് ലാലിച്ചനോട് പ്രിയം. അത് അവളെ കണ്ടിട്ടാ. അതിനു മുമ്പ് കുളത്തുപുഴയ്ക്ക് പോരുന്നോന്ന് ചോദിച്ചാൽ കെട്ടി വലിച്ചാ പോകാത്ത ആളാ. ഇവിടെ ഇരുന്നുകൊണ്ട് ചേട്ടൻ കുറ്റം പറയുന്നത് ഞാൻ എത്ര തവണ കേട്ടിരിക്കുന്നു വല്യപ്പച്ചനെ. അവളങ്ങ് മയക്കിയെടുത്തു. ഇനി നീ വാ തുറക്കാതിരുന്നാൽ മതി. അവർ ഹോട്ടലിൽ പോകാത്തത് ഭാഗ്യം. പോരുന്നെങ്കിൽ ലാലിച്ചായൻ വന്ന് ഇവിടെ ഭയങ്കര ബഹളമുണ്ടാക്കിയേനെ. എന്നാലും അവളെ സമ്മതിക്കണം. ഞാൻ അത്രയെല്ലാം പറഞ്ഞത് കേട്ടിട്ടും നാണോ മാനം ഉള്ള ജാതിയാണെങ്കിൽ ഇവിടുത്തെ ചോറെടുത്തുണ്ണുമോ? അനാഥാലയത്തിൽ വളർന്നതല്ലേ. ആർത്തിപ്പണ്ടാരമായിരിക്കും. എച്ചലിന് തിന്നാനും മടി കാണില്ല. നീ മിണ്ടാതെ കിടക്കുന്നുണ്ടോ? റോബർട്ടിന് ദേഷ്യം വന്നു. ആൻസി മയക്കം പിടിച്ചപ്പോൾ റോബർട്ട് പതിയെ കിടക്കയിലോട്ട് എണീറ്റു. അടുക്കളയിൽ നിന്ന് തട്ടുമുട്ട് ശബ്ദങ്ങൾ കേൾക്കാമായിരുന്നു. റോബർട്ട് ഒച്ച കേൾപ്പിക്കാതെ ഊണുമുറിയിലെത്തി. അടുക്കളയിൽ തറയിലെമ്പാടും സോപ്പ് പതയും കാപ്പിപ്പൊടി കളറിലുള്ള അഴുക്കുവെള്ളവും. അലീന ചൂലുകൊണ്ട് സ്ലാബുകൾ അടിച്ച് കഴുകി ഇറക്കുന്നു. അലീന എപ്പോഴോ തിരിഞ്ഞു നോക്കിയപ്പോൾ റോബർട്ട് ഡോർ കട്ടന് പിന്നിൽ അങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ടു. അയാൾക്ക് പിൻവലിയാൻ അവസരം കിട്ടിയില്ല. 2 നിമിഷം ആശ്ചര്യത്തോടെ നിന്നിട്ട് അവൾ അയാളെ നോക്കി പുഞ്ചിരിച്ചു. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ? അലീന ചോദിച്ചു. റോബർട്ട് ആകെ ഒന്ന് ജാള്യം തോന്നി.
അങ്കിൾ ഇങ്ങോട്ട് വന്നേ, അവൾ കൈയാട്ടി വിളിച്ചു. റോബർട്ടിന് സ്നേഹപൂർണ്ണമായ ആ ക്ഷണം നിരസിക്കാൻ കഴിഞ്ഞില്ല. അയാൾ അടുക്കളയിലേക്ക് കയറി ചെന്നു. ഈ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഇത്തിരി മാറ്റിവെക്കണം. ഞാൻ തനിയെ പിടിച്ചിട്ട് അനങ്ങുന്നില്ല. അലീന ചൂല് തറയിലിട്ട് ഫ്രിഡ്ജിൻ്റെ ഒരു സൈഡിൽ പിടിച്ചു. മറ്റേ സൈഡിൽ റോബർട്ടും. നിന്നെക്കൊണ്ട് പറ്റുമോ ആ വശം പൊക്കാൻ? റോബർട്ട് ചോദിച്ചു. പിന്നെ എന്നെ ഈ കാണുന്ന പോലൊന്നുമല്ല, ഭയങ്കര ആരോഗ്യമല്ലേ എനിക്ക്? അലീന ചിരിച്ചുകൊണ്ട് വലതു കൈയിൻ്റെ മസിൽ പിടിച്ചു കാണിച്ചു. റോബർട്ടിന് ചിരി വരുന്നുണ്ടായിരുന്നു. എങ്കിലും അയാളത് അമർത്തി. ഫ്രിഡ്ജ് വല്ല വിധേനയും നിരക്കി മാറ്റി. വാഷിംഗ് മെഷീനും അല്പം മാറ്റിവെച്ചു. രണ്ടും ഇരുന്ന സ്ഥാനത്ത് ഫ്ലോറിൽ കറുത്ത് പറ്റിപ്പിടിച്ചിരുന്ന അഴുക്ക് അലീന സോപ്പ് വെള്ളം ഒഴിച്ച് അടിച്ചു കഴുകി. വാഷിംഗ് മെഷീൻ്റെ അടിയിൽ എലിക്കൂടുണ്ടായിരുന്നു. അലീന അതിലുണ്ടായിരുന്ന കടലാസുകളും തുണിക്കഷ്ണങ്ങളും തോണ്ടിയെടുത്ത് കളഞ്ഞു. വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും പുനഃസ്ഥാപനങ്ങളിൽ വെച്ചു. റോബർട്ട് പോകാൻ ഭാവിച്ചപ്പോൾ അവൾ കെഞ്ചി, ഒരു ചെറിയ സഹായം കൂടി. ഈ ഒഴിഞ്ഞ കുപ്പികളും ടിണ്ണുമെല്ലാം ബെർത്തിൻ്റെ മുകളിൽ അടുക്കണം. ഞാൻ താഴെ നിന്ന് എടുത്തു തരാം. അങ്കിൾ ആ സ്ലാബിലോട്ട് കയറി നിന്ന് മുകളിൽ അടിക്കാൻ മതി. റോബർട്ട് വിസമ്മതമൊന്നും കൂടാതെ അനുസരിച്ചു. അലീന താഴെ നിന്ന് ടിണ്ണുകളും കാലിക്കുപ്പികളും പെറുക്കി കൊടുത്തു. ഇവിടെ മുൻപ് ബാറ് നടത്തുന്നുണ്ടായിരുന്നു. ഇത്രയും കാലിക്കുപ്പികൾ, അതും പല ഐറ്റം. അതൊക്കെ ആരെങ്കിലും വരുമ്പോൾ സൽക്കരിക്കുന്നതാ. വിഷം കൊടുത്താണ് സൽക്കാരം അല്ലേ? കൊടുത്താൽ മാത്രം പോരല്ലോ, കൂടെ ഇരുന്ന് കുടിക്കുകയും ചെയ്യണ്ടേ? റോബർട്ട് അതിന് മറുപടി പറഞ്ഞില്ല. ബർത്തിൽ എല്ലാം അടുക്കി കഴിഞ്ഞപ്പോൾ റോബർട്ട് താഴെ ഇറങ്ങി. അടുക്കള വെടിപ്പായി കിടക്കണമെങ്കിൽ വീട്ടിലുള്ള ആണുങ്ങളും കൂടി മനസ്സ് വെക്കണം. വല്ലപ്പോഴും ഒരു കൈ സഹായിച്ചാൽ എന്ത് കുഴപ്പം? അലീന പറഞ്ഞു. ഇനി ഞാൻ വല്ലതും ചെയ്യണോ? വേണ്ട, ഇത്രയും മതി, താങ്ക്സ്. അലീന ജോലി ചെയ്യുന്നത് നോക്കി അയാൾ അല്പനേരം കൂടി നിന്നു. ജോലിക്കിടയിൽ തന്നെ അലീന 2 തവണ ഷെറിൻ്റെ റൂമിൽ ചെന്ന് നോക്കി. 2ാം തവണ ചെല്ലുമ്പോൾ അവർ ഉണർന്നെണീറ്റിരിപ്പുണ്ടായിരുന്നു. ഷെറിൻ മുമ്പ് കണ്ടിട്ടില്ലാത്തതുപോലെ അലീനയുടെ നേർക്ക് തുറച്ചു നോക്കിക്കൊണ്ടിരുന്നു. നിർവികാരവും മരവിച്ചതുമായ ഒരു മുഖമാണതെന്ന് അലീനയ്ക്ക് തോന്നി. എഴുന്നേക്കാൻ പറഞ്ഞപ്പോൾ അവൾ എഴുന്നേറ്റു. അലീന കയ്യിൽ പിടിച്ചപ്പോൾ അവൾ കൂടെ നടന്നു ചെന്നു. അവളുടെ കൈ തണുത്തിരുന്നു. അലീന ഊണ് വിളമ്പി കൊടുത്തപ്പോൾ അവൾ ഒന്നും മിണ്ടാതെ ഇരുന്ന് കഴിച്ചു. ഊണ് കഴിഞ്ഞിട്ടും അങ്ങനെ തന്നെ ഇരുന്നു. കൺമുൻപിലുള്ളതൊന്നും കാണാതെ, ചുറ്റുമുള്ള ശബ്ദങ്ങളൊന്നും കേൾക്കാതെ, ആരോടും യാതൊരു മമതയുമില്ലാതെ. സ്ഥലകാലങ്ങൾ അവൾക്ക് അപര്യാപ്തമാണെന്ന് തോന്നുമായിരുന്നുകയും അത് ആർത്തിരുമ്പുന്ന ദുഃഖസമുദ്രത്തെ അമർത്തിപ്പിടിച്ച് നഷ്ടപ്പെട്ട മോളെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുന്ന ഷെറിനെയാണ് യഥാർത്ഥ ഷെറിൻ എന്ന് അലീനയ്ക്ക് തോന്നി. ഈ ഷെറിൻ ഒരു പാവമാണ്, ഏതോ കഠിനമായ മരുന്നുകളാൽ നിരായുധമാക്കപ്പെട്ട തടവുകാരി. അലീന പറഞ്ഞപ്പോൾ അവൾ എഴുന്നേറ്റ് കൈ കഴുകി. അടുക്കളയിൽ ജോലി തീരാനുള്ളതിനാൽ അലീന അവളെ മുറിയിലേക്ക് എത്തിച്ച ശേഷം തിരികെ പോന്നു. 3:30 മണിക്ക് ആൻസി ഉണർന്നു. കിച്ചണിൽ ചെന്ന് നോക്കുമ്പോൾ കണ്ട മാറ്റം അത്ഭുതകരമായിരുന്നു. അഴുക്കും മെഴുക്കും പുരണ്ട് കരിവാളിച്ച് കിടന്ന തറ കണ്ണാടി പോലെ മിന്നുന്നു. ഗ്രാനൈറ്റ് ഇട്ട കിച്ചൺ സ്ലാബുകളിൽ മുഖം നോക്കി മുടി മിനുക്കാം. ഒഴിഞ്ഞ ജാറുകളിലെല്ലാം കഴുകി തുടച്ച് അടുക്കി വെച്ചിരിക്കുന്നു. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്റ്റൗവും മൈക്രോവേവ് ഓവനും വെളിച്ചമേറ്റ് തിളങ്ങുന്നു. പ്ലേറ്റുകളും ഗ്ലാസുകളും എല്ലാത്തരം പാത്രങ്ങളും കഴുകിയിടിച്ച് യഥാസ്ഥാനങ്ങളിൽ അടുക്കി വെച്ചിരിക്കുന്നു. ഒരു സാധനവും വേണ്ടാത്ത സ്ഥലത്ത് ഇരിക്കുന്നില്ല. വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും പുത്തനാണെന്ന് തോന്നിച്ചു. കിച്ചണിൽ ഇരട്ടി സ്ഥല സൗകര്യം. ഒരീച്ച പോലും എങ്ങും പറക്കുന്നില്ല. വർക്ക് ഏരിയയും സ്റ്റോറും എല്ലാം ക്ലീൻ. എങ്ങനെയുണ്ട്? ചോദ്യം കേട്ട് ആൻസ് തിരിഞ്ഞു. റോബർട്ടാണ്. അറവശാലയിലോട്ട് കയറുന്നത് പോലെയല്ലായിരുന്നോ മുൻപ്? എല്ലും തൊലിയും പണ്ടവും കുടലും വാലും തലയും കാലും ഈച്ചയും പൂച്ചയും പട്ടിയും. ഇപ്പം നോക്കടി, ഈ തറയിലോട്ടൊന്ന് നീണ്ടു നിവർന്ന് കിടക്കാൻ തോന്നുന്നല്ലോ. നിന്റെ ചോറിൻ്റെ കൂറ് കാണിച്ചതായിരിക്കും. ഇല്ലെങ്കിൽ നീ അവളെ പടിയടിച്ച് പിണ്ടം വെച്ചേനെ. നീ അവളെ അത്രയും താറടിച്ചു താഴ്ത്തി സംസാരിച്ചിട്ടും അവൾ എന്തെങ്കിലും ഇഷ്ടക്കേട് കാണിച്ചോ നിന്റെ അടുത്ത്? നിന്റെ അടുക്കളയല്ലേടി ഇത്? എത്ര ഭംഗിയായിട്ട് അവളത് വൃത്തിയാക്കിയതെന്ന് നോക്ക്. വല്ല കാര്യമുണ്ടോ അവൾക്ക്? വേറെ ആരെങ്കിലും ചെയ്യുമോ? ആൻസിയുടെ അമ്മ അവിടേക്ക് വന്നു. ആശ്ചര്യത്തോടെ എല്ലായിടവും നോക്കി. അവസാന അടുക്കള ഭരണം അവൾ പിടിച്ചെടുക്കുമോ? അവർ ചോദിച്ചു. ഇവിടുത്തെ അടുക്കള കണ്ടിട്ട് വേണ്ട ലാലിച്ചൻ്റെ മോൾക്ക് ചെലവ് കഴിയാൻ, റോബർട്ട് നീരസത്തിൽ പറഞ്ഞിട്ട് അടുക്കളയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവതക്കുട്ടിച്ചാൻ എടുത്തു കൊടുത്ത ഫോട്ടോ ആൽബങ്ങൾ മറിച്ചു നോക്കുകയായിരുന്നു അലീന. റോബർട്ടിൻ്റെ കല്യാണ ഫോട്ടോകളും ഷെറിൻ്റെ വിവാഹ ആൽബവും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. ഹാളിൽ നിന്നോ മറ്റോ കുട്ടികളുടെ ശബ്ദം കേട്ട് അലീന ആൽബത്തിൽ നിന്ന് മുഖമുയർത്തി. അവരെത്തി. അവതക്കുട്ടിച്ചാൻ പറഞ്ഞു, വല്യപ്പച്ച. ഒരു നീണ്ട വിളിയൊച്ച കേട്ട് തുടർന്ന് ചടുലമായ പാദപതന ശബ്ദങ്ങൾ. മുറിയുടെ വാതുക്കൽ സ്കൂൾ യൂണിഫോം അണിഞ്ഞ 2 കുട്ടികൾ ഓടിക്കിതച്ച് വന്നു നിന്നു. 7 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാൺകുട്ടിയും 9 വയസ്സുള്ള പെൺകുട്ടിയും.
അലീനയെ കണ്ട് രണ്ടുപേരും ശങ്കിച്ചു നിന്നു. ഇങ്ങ് വാ മക്കളെ, അവതക്കുട്ടിച്ചായൻ വിളിച്ചതും അവർ രണ്ടുപേരും ഓടി വന്ന് അവതക്കുട്ടിച്ചായൻ്റെ ദേഹത്തേക്ക് വീണു. ഇനി ചോദ്യങ്ങളുടെ പരമ്പരയാണ്. വല്യപ്പച്ചൻ എവിടെയായിരുന്നു? എന്തുകൊണ്ടാണ് വരാതിരുന്നത്? വല്യപ്പച്ചൻ താമസിച്ച സ്ഥലത്തേക്ക് ഞങ്ങളെ കൂടി കൊണ്ടുപോകുമോ? അലീന ഇപ്പുറത്ത് സെറ്റിയിലിരുന്ന കുട്ടികളെയും അവതക്കുട്ടിച്ചായനെയും സൂക്ഷ്മം നിരീക്ഷിച്ചു. വല്യപ്പച്ചനും കുട്ടികളും തമ്മിലുള്ള ചങ്ങാത്തം അവളെ അതിശയിപ്പിച്ചു. കുട്ടികളുടെ കളിപ്പാട്ടമാണ് വല്യപ്പച്ചൻ. അവർ അയാളുടെ മീശ പിടിച്ച് വലിക്കുകയും മൂക്ക് പൊത്തി പിടിക്കുകയും തല പിടിച്ച് തിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്കാണ് ചോദ്യങ്ങൾ. വല്യപ്പച്ച, അതാരാ ആയിരിക്കുന്ന പെണ്ണ്? യൂണിഫോം ഇട്ട ചെക്കൻ അലീനയുടെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു. അതേതാ വല്യപ്പച്ച? അതും വെറും പെണ്ണൊന്നുമല്ല മോനെ, നിന്റെ ആൻറ്റിയാ. ആൻറ്റി പെണ്ണല്ലേ? ആണാണോ? ആൻറ്റീനെ വിളിക്കാവൂ. അലീന ആൻറ്റി. അതിൻ്റെ പേരെങ്ങനെയാണോ? അതെ. വല്യപ്പച്ചൻ കൊണ്ടുവന്നതാണോ ആൻറ്റീനെ? ആൺകുട്ടി ചോദിച്ചു. പെൺകുട്ടി സാകുതം അലീനയുടെ നേർക്ക് കള്ളക്കണ്ണിട്ട് നോക്കിക്കൊണ്ടിരുന്നു. അലീന പുഞ്ചിരിയോടെ അവളെ കണ്ണുകാട്ടി വിളിച്ചു. അവൾ നാണിച്ചു നിന്നു. സുന്ദരിക്കുട്ടി ഇങ്ങ് വന്നേ, അലീന വിളിച്ചു. അവൾ മടിച്ച് അലീനയുടെ സമീപം ചെന്നു. അലീന അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പേര് ചോദിച്ചു. ദിയാമോൾ റോബർട്ട്, അവൾ പറഞ്ഞു. ആൺകുട്ടി ദിയാമോളെ തള്ളി മാറ്റി മുന്നിലേക്ക് കയറി നിന്നു. എൻ്റെ പേര് കേൾക്കണോ? എൻ്റെ പേര് പറയാമോ? എൻ്റേതാ നല്ല പേര്. ഇവളുടെ പേര് ഒന്നിനും കൊള്ളില്ല. ശരി, മോൻ്റെ പേര് കേൾക്കട്ടെ. ജോൺ പോൾ റോബോട്ട്, വെടിപെട്ടുന്ന ഉച്ചത്തിൽ അവൻ പറഞ്ഞു. ഉഗ്രൻ പേര്. അലീന ചിരിച്ചുകൊണ്ട് അവന് ഷേക്ക് ഹാൻഡ് നൽകി. ജർമ്മനിലെ ഇന്ത്യൻ അംബാസഡറാണെന്ന് തോന്നും. എൻ്റെ പേരോ ആൻറ്റി? മോളുടെ പേര് നല്ല ഒന്നാന്തരം സുന്ദരി പേരല്ലേ? ഇത്രയും നല്ല പേര് ഞാൻ കേട്ടിട്ടേ ഇല്ല. ആൻറ്റിയുടെ പേരിനേക്കാൾ നല്ലതാണോ? എൻ്റെ പേര് എന്തിനു കൊള്ളാം? അതൊരു തല്ലിപ്പൊളി പേരല്ലേ? പതിയെ ദിയമോൾ അലീനയുടെ ദേഹത്തേക്ക് ചാഞ്ഞു. ജോൺ പോൾ അവിടെ നിന്ന് പിന്നിൽ വന്ന് മുടിയിൽ എന്തൊക്കെയോ കൃത്രിമം കാണിച്ചുകൊണ്ടിരുന്നു. കുറെ കഴിഞ്ഞ് ആൻസി വന്ന് നോക്കുമ്പോൾ കുട്ടികൾ രണ്ടുപേരും അലീനയുടെ മടിയിലുണ്ട്. ജോൺ പോൾ അവളുടെ മടിയിലേക്ക് തല വെച്ച് കാലുകൾ ഭിത്തിയിലേക്ക് ഉയർത്തി തലകീഴായിട്ടെന്നോണം കിടന്ന് ഓരോ അഭ്യാസങ്ങൾ കാണിക്കുകയാണ്. ദിയമോൾ അവളുടെ കരവയലത്തിൽ ഒതുങ്ങിയിരുന്നു കൊണ്ട് സ്കൂൾ വിശേഷങ്ങൾ പറയുന്നു. നിങ്ങൾക്ക് ചായയും കാപ്പിയൊന്നും വേണ്ടേ? ആൻസി കുട്ടികളോട് ചോദിച്ചു. വേണം. ജോൺ പോൾ അങ്ങനെ തന്നെ കിടന്നുകൊണ്ട് പറഞ്ഞു. അവിടെ കിടന്നു, ഞാൻ കൊണ്ടുവന്ന് വായിലോട്ട് ഒഴിച്ചു തരാം. ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് ആൻസി തിരികെ പോയി. ആൻറ്റിയും വാ, കാപ്പി കുടിക്കാൻ ജോൺ പോൾ ക്ഷണിച്ചു. അലീന കുട്ടികളെ എഴുന്നേൽപ്പിച്ച് ബാത്റൂമിൽ കൊണ്ടുപോയി കൈയും മുഖവും കഴിയിച്ചു. അതിനുശേഷം ഉൾമുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ദിയമോൾ അലീനയ്ക്ക് ബിസ്ക്കറ്റ് ടിന്നുകൾ കാട്ടിക്കൊടുത്തു. തിളപ്പിച്ച് വെച്ചിരുന്ന പാൽ എടുത്ത് അലീന തന്നെ ഹോർലിക്സ് കോഫി ഉണ്ടാക്കി. എന്തൊക്കെയാണിത് പതിവെന്ന് ദിയമോൾ അവൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. ലഘുഭക്ഷണത്തിന് ശേഷം ഹോംവർക്ക്. ആൻസി ഇടയ്ക്ക് വന്നു നോക്കിയപ്പോൾ കുട്ടികൾ രണ്ടുപേരും വഴക്കൊന്നുമില്ലാതെ അലീനയുടെ ഇരുവശത്തിരുന്ന് ഗൃഹപാഠം ചെയ്യുകയാണ്. അവരുടെ സംശയങ്ങൾ അലീന തീർത്തു കൊടുക്കുന്നുണ്ട്. ഹോംവർക്ക് കഴിഞ്ഞ് കുട്ടികളുടെ കളിക്കാൻ വിട്ടിട്ട് അലീന അടുക്കളയിൽ എത്തി. അവിടെ ആൻസിയും മറിയക്കുട്ടിയും കൂടി അത്താഴമുണ്ടാക്കുകയായിരുന്നു. പ്രാരംഭ നടപടി തുടങ്ങിക്കഴിഞ്ഞു. അലീന ആരോടും ചോദിക്കാതെ ആ ജോലി ഏറ്റെടുത്തു. ആൻറ്റി പോയി കിടന്നു. ഇത് ഞാനും അമ്മയും കൂടി ശരിയാക്കിക്കോളാം, അവൾ പറഞ്ഞു. ആൽബിയും ഓസേപ്പച്ചനും സന്ധ്യ കഴിയും വരുമെന്നല്ലേ പറഞ്ഞത്? മറിയക്കുട്ടി ആൻസിയോട് ചോദിച്ചു. അവർ വരുമ്പം വല്ലതും ഉണ്ടാക്കി വെക്കണ്ടേ? 10 പേരിൽ കൂടുതലൊന്നും വരില്ലല്ലോ. അതിന് ഞാനും ആൻറ്റിയുടെ മമ്മിയും മതി. ആൻസിയും മമ്മിയും നോക്കി. മറിയക്കുട്ടിക്ക് അലീനയോട് മിണ്ടാൻ ആദ്യമെല്ലാം കുറച്ചിലായിരുന്നുവെങ്കിലും അലീന അങ്ങോട്ട് ഓരോന്ന് ചോദിച്ചു അഭിപ്രായം ആരാഞ്ഞു. സംശയ നിവാരണം നടത്തിയും അവരെക്കൊണ്ട് സംസാരിപ്പിച്ചു. ഇതിനിടയിൽ ജോൺ പോളിൻ്റെ കരച്ചിൽ കേട്ട് പുറകെ ദിയാമോളുടെ നിലവിളിയും. മമ്മി ദേ റെനിക്കുട്ടൻ വീണു. അലീന ഓടിച്ചെല്ലുമ്പോഴേക്കും റോബർട്ട് വീണ് കിടന്ന കുട്ടിയെ എടുത്തു കഴിഞ്ഞിരുന്നു. അവൾ ഉന്തിയിട്ടതാ അവൻ ദിയാമോളുടെ നേർക്ക് വിരൽ ചൂടിക്കൊണ്ട് അലറിക്കരഞ്ഞു. അയ്യോ, ഞാൻ തൊട്ടുപോലുമില്ല. എന്നാ നുണയാ പറയുന്നേ? പപ്പായെ, എന്നെ ഉന്തിയിട്ടതാ. അവൻ പിന്നെയും ചീറി. അവൻ്റെ വായിൽ നിന്ന് ചോര വരുന്നുണ്ടായിരുന്നു. റോബർട്ട് അവൻ്റെ വായ പരിശോധിച്ചു. വാതിൽ കട്ടിളയിൽ ഇടിച്ച് ചുണ്ടിൻ്റെ മുകൾ ഭാഗം പൊട്ടിയിട്ടുണ്ട്. നീ ഒട്ടും മോശക്കാരിയല്ലേടി. ഇവൻ്റെ അടുത്ത് ഗുസ്തി പിടിക്കാൻ ചെന്നിട്ടല്ലേ? റോബർട്ട് ദിയമോളെ ശാസിച്ചു. പപ്പായെ, അവൻ്റെ മുതുകിൽ എന്നെ ഇടിച്ചിട്ട് ഓടിയതാ. നീ ഇത്ര കേമിയൊന്നും ആകണ്ട. പപ്പ വഴക്ക് പറഞ്ഞതുകൊണ്ട് ദിയമോൾക്ക് കരച്ചിൽ വന്നു. റോബർട്ട് മോൻ്റെ വാ കഴിയിച്ച് ചോര വരുന്നത് നിലച്ചിട്ടും അവൻ്റെ കരച്ചിൽ നിൽക്കുന്നില്ല. അലീന അവനെ റോബർട്ടിൻ്റെ കയ്യിൽ നിന്നും വാങ്ങി തോളത്ത് അണച്ചു പിടിച്ചു. പുറത്ത് തട്ടിക്കൊണ്ട് നടന്നു. കിച്ചണിൽ കയറി അവൻ്റെ വായിലെ മുറിവിൽ പഞ്ചാര പതിപ്പിച്ചു കൊടുത്തു. അവൾ എന്നെ തള്ളിയിട്ടതാ ആൻറ്റി, അവൻ പറഞ്ഞു. നുണ പറയില്ലേ കള്ളക്കുട്ട. ആൻറ്റിയല്ലേ മോനെ തള്ളിയിട്ടത്? ഈ ആൻറ്റിയോ? അവൻ അലീനയെ ചൂണ്ടി വിരൽ കൊണ്ട് തൊട്ടു. ആ,
അലീന തലയാട്ടി. അല്ല, അവൻ മുഖം വെട്ടിച്ചു. അലീന അവനെയും കൊണ്ട് ദേമോളുടെ അരികിലെത്തി. അവൾ ഹാളിൽ തനിച്ചിരുന്ന് വിതുമ്പുന്നുണ്ടായിരുന്നു. അലീന ജോൺ പോളിനെയും കൊണ്ട് ദേമോളുടെ അരികെ വന്നു. പപ്പ അറിയാതെ വഴക്ക് പറഞ്ഞതല്ലേ മോളെ? മോള് തള്ളിയിട്ടതല്ലെന്ന് ആൻറ്റിക്കറിയാം, മമ്മിക്കറിയാം, ഇപ്പം പപ്പയ്ക്കും അറിയാം. ഇവൻ നുണ പറഞ്ഞു. ദേമോൾ ചിണുങ്ങി. ഉരുണ്ട് വീണ് ചുണ്ടൊക്കെ പൊട്ടി വായിന്ന് ചോരയൊക്കെ വന്നു. വല്ലാതെ വേദനിക്കുമ്പോൾ ഈ കുഞ്ഞു നുണയൊക്കെ പറയാം അല്ലേ റെനിക്കുട്ട? സംഗതി തനിക്ക് അനുകൂലമാണെന്ന് കരുതി അവൻ തലയാട്ടി. പിന്നെ വേദനയൊക്കെ മാറി നല്ല മിടുക്കനാകുമ്പോൾ ആ നുണയങ്ങ് തിരിച്ചു കൊടുത്ത് സോറിയും പറഞ്ഞേക്കണം. അവൻ സംശയത്തോടെ അവളെ നോക്കി. നമുക്കെന്തിനാ ചേച്ചി കുട്ടിയുടെ നുണ? അലീന അവൻ്റെ വായ്ക്ക് നേരെ കൈ കൊണ്ടുവന്നിട്ട് എന്തോ പിടിച്ചെടുത്ത പോലെ ഒരാംഗ്യം കാട്ടി. കൈ ചുരുട്ടിപ്പിടിച്ച് അത് ദേമോളുടെ നേർക്ക് നീട്ടി. ദാ റെനിക്കുട്ടൻ പറഞ്ഞ നുണ തിരിച്ചെടുത്തിരിക്കുന്നു. ഒരു സോറിയും പറയാം. സോറി, ജോൺ പോൾ മടിയോടെ പറഞ്ഞു. ഇങ്ങനെയല്ല നല്ല കുട്ടികൾ. അലീന അവൻ്റെ നെറ്റിയും നെറുകയും ഉമ്മ കൊടുത്തു. ദേമോളും ലാളനെ കൊതിച്ച് അവളെ നോക്കി. അലീന അവളെയും ആലിംഗനം ചെയ്തു. കവളത്ത് മുത്തം നൽകി. ഇനി നമുക്ക് കളിക്കണ്ട. ഈ യൂണിഫോം എല്ലാം മാറിയിട്ട് വേറെ നല്ല ഡ്രസ്സ് ഇടണ്ടേ? അലീന അവരെ കുളിമുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവരെ രണ്ടുപേരെയും കുളിപ്പിച്ച് കുട്ടികൾ അലമാരയിൽ നിന്ന് എടുത്തു കൊടുത്ത ഡ്രസ്സ് ഇടിവിച്ചു. അലീന തൻ്റെ കുഞ്ഞുങ്ങളെ പരിചരിക്കുന്നതും ലാളിക്കുന്നതുമൊക്കെയെല്ലാം ആൻസിയും കാണുന്നുണ്ടായിരുന്നു. സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞാൽ കുട്ടികൾ ആൻസിക്കുണ്ടാക്കുന്ന തലവേദന ചില്ലറയല്ല. രണ്ടുപേരും തമ്മിൽ എപ്പോഴും അടികൂടും. ജോൺ പോൾ കസേര നിരക്കിക്കൊണ്ട് പോയി അതിൽ ചവിട്ടി ഫ്രിഡ്ജിൻ്റെ മുകളിൽ അലമാരയുടെ മുകളിലും വലിഞ്ഞു കയറും. ബർത്തിൽ കയറിയിരിക്കും. ചിലപ്പോൾ ടിവിയുടെ മീതെ കയറി കാല് തൂക്കിയിട്ടിരിക്കും. ഇന്ന് ആൻസിക്ക് ഒരു ബുദ്ധിമുട്ടും അവനുണ്ടാക്കിയിട്ടില്ല. അലീന അവരെ ഇണക്കിക്കൊണ്ട് നടന്നു. ഇന്ന് ഉച്ചയ്ക്ക് താൻ അലീനയെ പരോക്ഷമായി അധിക്ഷേപിക്കുകയും നിന്ദിക്കുകയും ചെയ്തതിൽ ആൻസിക്ക് ഓർമ്മ വന്നു. അലീനയാണെങ്കിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടേ ഇല്ല എന്ന മട്ടിൽ അവളോട് സംസാരിച്ചു. യാതൊരു കന്മഷവും മനസ്സിൽ വയ്ക്കാതെ അവളുടെ ജോലികൾ ഏറ്റെടുത്ത് സഹായിച്ചു. ഇപ്പോൾ അലീനയുടെ മുഖത്ത് നോക്കാൻ ആൻസിക്ക് അല്പമൊക്കെ ജാള്യം അനുഭവപ്പെട്ടു. കുട്ടികളെ ടി വി കാണാൻ ഇരുത്തിയിട്ട് അലീന വീണ്ടും അടുക്കളയിലെത്തി. 7:30 മണിയോടെ ഒരു ജീപ്പിൽ ആൽബർട്ടും ഔസേപ്പച്ചനും എത്തി. സ്റ്റാൻലി അലീനയെ തറവാട്ടിൽ കൊണ്ട് വിട്ടിട്ടുണ്ടെന്നറിഞ്ഞ് വന്നിരിക്കുന്നതാണ്. വന്നയുടനെ അവർ റോബർട്ടിനെയും വിളിച്ച് ടെറസിലേക്ക് കയറിപ്പോയി.